ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയതാണ്. അതായത് നമ്മുടെ ചെടികളൊക്കെ എന്നും പച്ചയോടെ, ഇലകളൊക്കെ നല്ല പച്ചയോടെ നല്ല പൂക്കളുണ്ടാകാനും ഒക്കെ വേണ്ടിയ നല്ലൊരു വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എല്ലാവരും വീട്ടിൽ ചോറുണ്ടാക്കാറുണ്ടല്ലേ. ചോറുണ്ടാക്കാൻ നേരം ആദ്യം തന്നെ നമ്മളൊന്നും തിങ്ക് ചെയ്യാതെ, ഒന്നും ചിന്തിക്കാതെ തന്നെ എന്തു ചെയ്യും, അരി കഴുകുന്ന വെള്ളം എടുത്ത് നമ്മൾ കളയും. അതേപോലെ തന്നെ സിങ്കിലോട്ടൊഴിച്ചും കളയും. അതുപോലെ തന്നെ നമ്മൾ ചോറ് വെച്ചതിന് ശേഷം ആ വെള്ളവും അതുപോലെ എടുത്ത് കളയും. ഇനി മുതൽ അത് കളയരുത്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് വളരെ അമേസിങ് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ഈ അരി കഴുകുന്ന വെള്ളത്തിലും അതുപോലെ കഞ്ഞി വെള്ളത്തിലും ഉള്ളത്. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ചെടികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അതായത് നമ്മൾ അരി കഴുകുന്ന വെള്ളം നമ്മൾ ചെടിക്ക് ഒഴിക്കുന്നത് മൂലം ചെടിക്കൊരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബാക്ടീരിയയാണ് ചെടികളുടെ റൂട്ടിലേക്ക് ചെല്ലുന്നത്. അതായത് ലാക്ടോബാസിലി എന്ന് പറയുന്ന നല്ലൊരു ബാക്ടീരിയ ചെടികൾക്ക് കിട്ടുകയാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ അരി കഴുകുന്ന വെള്ളത്തിൻ്റെ അകത്ത് 7% പ്രോട്ടീൻ, അതുപോലെ തന്നെ ഫൈബർ, അമിനോ ആസിഡ്സ്, കാൽഷ്യം, ഫോസ്ഫറസ് അറിയാലോ, ഇതേപോലെ മൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാകാൻ നമ്മൾ അരി കഴുകുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് 45% ഫോസ്ഫറസ് ഉണ്ട്. ഈ ഫോസ്ഫറസ് ആണ് ചെടികളെ പൂക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അതുപോലെ തന്നെ 45% അയൺ ഉണ്ട്. പിന്നെ 11% സിങ്ക്, പിന്നെ പൊട്ടാഷ്യം ഉണ്ട്. അതായത് 41% പൊട്ടാഷ്യം നമ്മുടെ അരി കഴുകുന്ന വെള്ളത്തിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ധാരാളം വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ ചെടികളെ ഈ അരി കഴുകിയ വെള്ളം നല്ല പച്ചയോടും അതുപോലെ തന്നെ നല്ല ലഷായിട്ട് വളരാനും സഹായിക്കുന്നത്. ഇത് അടുത്തതായിട്ട് നമ്മൾ ചോറ് വെച്ചതിന് ശേഷം ഉള്ള വെള്ളം, അതായത് കഞ്ഞി വെള്ളവും ഇതേപോലെ ധാരാളം ഗുണങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ചോറ് വെച്ച വെള്ളത്തിൽ, അതായത് നമ്മുടെ കഞ്ഞി വെള്ളത്തിൽ മെയിനായിട്ടുള്ളത് സ്റ്റാർച്ചാണ്. അന്നേരം ഈ സ്റ്റാർച്ചി വാട്ടർ നമ്മൾ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്താണ് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് മൂലം നമ്മുടെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് അതൊക്കെ കൂടുതൽ ഉണ്ടാവുകയും ചെടിക്ക് മണ്ണിന് നല്ല ഫലപുഷ്ടിയുള്ളൊരു മണ്ണാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് കഞ്ഞിവെള്ളം കൊണ്ടുള്ള പ്രയോജനം. നമ്മൾ അരി കഴുകുന്ന വെള്ളം നമ്മൾ സാധാരണയായിട്ട് 1-2 പ്രാവശ്യം കഴുകുന്ന വെള്ളം ഒന്നും കളയരുത്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെ ഈ അരി കഴുകുന്ന വെള്ളം മാക്സിമമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇതേപോലെ നല്ലപോലെ അരി വാഷ് ചെയ്യാൻ നേരം ഒരു 10-15 മിനിറ്റ് നേരം ഇതേപോലെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക, ചോറ് വെക്കുന്നതിന് മുമ്പായിട്ട്. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി നമുക്കതിലെ കംപ്ലീറ്റ് ന്യൂട്രിയൻസും നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ ഈ വെള്ളത്തിൽ ധാരാളം, അതായത് ചെടികൾക്ക് ആവശ്യമായ അളവിലുള്ള NPK നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റും. അതായത് നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. അന്നേരം ഇതൊരു നാച്ചുറൽ ഓർഗാനിക് NPK ഫെർട്ടിലൈസർ ആണെന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, ധാരാളം മിനറൽസും ഇതുണ്ട്. ഇതെല്ലാം കൂടെ ചെടികൾക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ഇനി ഇത് ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് ഓൾറെഡി ഡൈല്യൂട്ടഡ് ആയിട്ട് എടുക്കുന്നതാണ്. ഇതിൽ ഇനി നിങ്ങൾ വേറെ വെള്ളം ചേർക്കണ്ട. ഇതേപോലെ ഓരോ കപ്പ് വീതം ഓരോ ചെടിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെടികളുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നല്ലപോലെ നമുക്ക് ചെടിക്ക് ഗ്രോത്ത് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മണ്ണിലുള്ള ഹെൽത്തി ബാക്ടീരിയകളുടെ എണ്ണത്തെ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. അങ്ങനെ അമേസിങ് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ഈ റൈസ് വാട്ടർ കൊണ്ട് ഉള്ളത്. ഇത് നമ്മുടെ ചെടികൾ ഞാൻ പറഞ്ഞു നല്ലപോലെ വളരാനും അതുപോലെ പൂക്കാനും അതുപോലെ കായ്ക്കാത്ത മരങ്ങളൊക്കെ നല്ലതുപോലെ കായ്ക്കാനും ഇത് സഹായിക്കും. പിന്നെ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ പാസ്ത കുക്ക് ചെയ്ത വെള്ളവും നിങ്ങൾക്ക് ഇതേ ബെനിഫിറ്റ്സ് ആണ് കിട്ടാൻ പോകുന്നത്. പാസ്ത കുക്ക് ചെയ്ത വെള്ളവും നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് വാഷ് ചെയ്യുന്ന വെള്ളവും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും.
നമ്മുടെ അരി കഴുകിയ വെള്ളം അതുപോലെ പാസ്ത കഴുകിയ വെള്ളം പോലെ തന്നെ നമ്മളെന്നും സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് പൊട്ടറ്റോസ് അല്ലെങ്കിൽ നമ്മുടെ ഉരുളൻകിഴങ്ങെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തും ധാരാളം പൊട്ടറ്റോയ്ക്കകത്ത് ധാരാളം സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വേറെ കുറേ മൈക്രോ എലമെൻറ്റ്സും ചെടികൾക്ക് വേണ്ടിയതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതും നമ്മൾ പൊട്ടറ്റോ കഴുകിയത് പീൽ ചെയ്തതിന് ശേഷം ആ തൊലി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ 5 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിക്കുകയാണെങ്കിലും നമുക്ക് ഹെൽത്തി ബാക്ടീരിയാസ് മണ്ണിലെയൊക്കെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും. ഇതൊരു ഓർഗാനിക് മെത്തേഡാണ്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നമ്മൾ ചെടിയിൽ ഒരു 3 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരുമാതിരിപ്പെട്ട ജീവികളെ ഒരു കീടബാധയിൽ നിന്നൊക്കെ ചെടികളെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും. അങ്ങനെ കുറേ ന്യൂട്രിയൻസിൻ്റെയൊക്കെ ഒരുപാട് കലവറ തന്നെയാണ് നമ്മുടെ ഈ അരി കഴുകിയ വെള്ളം, കഞ്ഞിവെള്ളം ഇതൊക്കെ. അപ്പോൾ ഇതേപോലുള്ള ഓർഗാനിക് മെത്തേഡ്, നാച്ചുറൽ മെത്തേഡ്സ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെടികൾ പൂക്കാൻ വേണ്ടി എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും പുതിയ ഫെർട്ടിലൈസർ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ഞാനും ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്താൽ നമ്മുടെ ചെടികളുടെ ഗ്രോത്തിനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. ഇന്ന് മാത്രമല്ല, കായ്ക്കാത്ത മാവ്, അതുപോലെ പ്ലാവ്, പേര, ഇതിനൊക്കെ ഈ സെയിം മെത്തേഡിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതായത് കായ്ഫലമൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. 10 മണിക്ക് അരി കഴുകിയ വെള്ളം വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇരട്ടി പൂക്കൾ ഉണ്ടാകാൻ ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളവും സഹായിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ചെടികളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ, അതായത് മാക്രോ ന്യൂട്രിയൻസ്, പൊട്ടാഷ്യം പോലുള്ളതൊക്കെ ചെടികൾക്ക് കിട്ടുകയും അത് നമ്മുടെ ചെടികളുടെ ഫോട്ടോസിന്തസിസിനെയും അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടും കൂട്ടുകയാണ്. നല്ലപോലെ ഫോട്ടോസിന്തസിസ് നടന്നാൽ മാത്രമേ ചെടികൾക്ക് നല്ല പച്ച നിറവും നല്ല ലഷായിട്ട് വളരാൻ, പുതിയ ഇലകൾ വരാനും ഒക്കെ സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊരു കഞ്ഞിവെള്ളമൊക്കെ നല്ല മാക്രോ ന്യൂട്രിയൻസാണ്, അരി കഴുകിയ വെള്ളമൊക്കെ. ഇതൊക്കെ നമ്മൾ ചെടികൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സ്ട്രോങ്ങറായിട്ടുള്ള നല്ല കമ്പുകൾക്കൊക്കെ റോസാ ചെടികളുടെ കമ്പുകൾക്ക് നല്ല കനം വരാനും അതിൻ്റെ ഇലകളൊക്കെ പച്ച നിറത്തിൽ വരാനും ഇത് സഹായിക്കും. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Okay, till then, take care friends. Bye bye. See you in next video.